പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ, ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ, ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ, പാവന റൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ, അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ, ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. പ്രൈസ് ദി ലോർഡ്. ഏവർക്കും വരാൻ പോകുന്ന പന്തക്കുസ്ത തിരുനാളിൻ്റെ മംഗളങ്ങൾ മുൻകൂട്ടി ആശംസിക്കുന്നു. പ്രിയമുള്ളവരെ, 2019 പന്തക്കുസ്ത തിരുനാളിന് വേണ്ടിയുള്ള വലിയ ഒരുക്കങ്ങൾ കേരള സഭയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അനേകം ധ്യാന കേന്ദ്രങ്ങളിലും അനേകം ഇടവപ്പള്ളികളിലും പതിനായിരക്കണക്കിന് കുടുംബങ്ങളിലും അതിനുള്ള വലിയ ഒരുക്കങ്ങളും പ്രാർത്ഥനകളും ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ 1 മുതലുള്ള വചനങ്ങളിൽ പ്രകാരമാണ് നമ്മൾ കാണുക. പന്തക്കുസ്ത ദിവസം സമാഗതമായി അവർ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്ന പോലൊരു ശബ്ദം ആകാശത്തു നിന്ന് ഉണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. ദൈവത്തിൻ്റെ ആത്മാവ് ആ ഭവനത്തിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ച ശിഷ്യസമൂഹത്തിന് മേൽ ഇറങ്ങി വരുന്നത് നമ്മൾ കാണുകയാണ്. പ്രിയമുള്ളവരെ, 2019 പന്തക്കുസ്തയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മളുടെ കുടുംബങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരാൻ വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 9-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ സാവൂളിനെ കാണുന്നുണ്ട്. സഭയെ പീഡിപ്പിച്ച് ഓടി നടന്നിരുന്ന സാവൂള് ഒരു ദിവസം തമ്പുരാൻ ഉന്തി താഴേക്കിടുകയാണ്. ഒരു മിന്നലൊളി അവനെ അടിച്ച് താഴെയിട്ടു. ആ വീഴ്ചയിൽ കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു, കർത്താവേ കർത്താവേ, അങ്ങ് ആരാണ്? ഒരു സ്വരമുണ്ടായി, സാവൂൾ, നീ പീഡിപ്പിക്കുന്ന യേശുവാണെന്ന്. തുടർന്ന് 3 ദിവസം അവന് കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. ഈ 3 ദിവസവും അവൻ പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായം 11 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോഴാണ് അത് നമ്മൾ കാണുക. സഭയെ പീഡിപ്പിച്ച് ഓടി നടന്നിരുന്ന സാവൂൾ പ്രാർത്ഥിക്കുവാൻ ആരംഭിക്കുകയാണ്. ഒരു ഭവനത്തിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഭവനത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന സാവൂളിൻ്റെ അടുക്കിലേക്ക് ദൈവം അനനിയാസിനെ അയക്കുകയാണ്. അനനിയാസ് സാവൂളിൻ്റെ അടുക്കൽ ചെന്നു. അനനിയാസ് കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു. ഈ സമയം സാവൂൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളുടെ കുടുംബങ്ങളിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥനകൾ ഉയർത്തണം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും പ്രാർത്ഥനകൾ ഉയരുമ്പോൾ സാവൂൾമാർ പൗലോസായി മാറ്റപ്പെടും. വലിയ മാനസാന്തരങ്ങൾ സംഭവിക്കും. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി ഈ പന്തക്കുസ്ത നാളുകളിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കുടുംബങ്ങളിൽ മാനസാന്തരമില്ലാതെ കഴിയുന്ന ഓരോ വ്യക്തികളെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അവരെല്ലാവരും സാവൂൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പൗലോസായി മാറിയതുപോലെ ഒരു പുത്തൻ അഭിഷേകമുള്ളവരായി മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപ, ശക്തി പരിശുദ്ധാത്മാവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും പന്തക്കുസ്ത തിരുനാളിൻ്റെ പ്രത്യേക പ്രാർത്ഥനകളും മംഗളങ്ങളും. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥതയാൽ തിരുസഭയിലേക്ക്
അഗ്നിനാവുകളായി വീണ്ടും വന്നു നിറയണമേ. കർത്താവിൻ്റെ രണ്ടാം വരവിനായി ലോകത്തെ ഒരുക്കുവാൻ സഭയെ ബലപ്പെടുത്തിയാലും അങ്ങ് എല്ലാം കാണുന്നുണ്ടെന്ന ദൈവഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. സഭാമക്കളായ ഞങ്ങളെല്ലാവരും എന്നും കർത്താവിൻ്റെ മഹത്വത്തിനായി അധ്വാനിക്കുവാൻ കൃപ നൽകണമേ. ആമേൻ.